ഹലോ, നമുക്ക് ഇന്നൊരു വഴുതനങ്ങ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണ് കേട്ടോ. നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ പച്ച വഴുതനങ്ങ അല്ല കേട്ടോ, മറ്റേ വഴുതനങ്ങ ഉണ്ടല്ലോ, ചുമന്ന വഴുതനങ്ങ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ, 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നമ്മൾ എത്രയാണ് വഴുതനങ്ങ, ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു വലിയ വഴുതനങ്ങയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. പിന്നെ നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്, കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. കോൺഫ്ലവർ പൊടിയോ മൈദയൊന്നും അല്ല കേട്ടോ, അരിപ്പൊടിയാണ്. നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ച് വിനാഗിരി, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വിനാഗിരിയാണ് ശരിക്കും ലെമൺ ജ്യൂസായിട്ടോ വേണ്ടത്. ഒരു അര നാരങ്ങയുടെ നീര് മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വഴുതനങ്ങ, നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമുക്ക് വഴുതനങ്ങ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എങ്ങനെ ഫ്രൈ ചെയ്താലും ആ ചൂടോടുക്കനെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് വരും, അല്ലെങ്കിൽ നമുക്കൊരു കുഴക്കുഴായിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അരിപ്പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ, ഒരു ക്രിസ്പിന് കൂടാനാണ്. എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലോണം അത് ലൂസാക്കിയിട്ട്, നല്ലോണം ലൂസാക്കരുത്, നമുക്ക് ഒരു പാകത്തിനുള്ള ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. ഞാൻ വഴുതനങ്ങ ഇവിടെ റൗണ്ട് ഷേപ്പിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഒരു വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഞാനും എൻ്റെ മോന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കഴിക്കാനൊന്നുമില്ല. അപ്പം നമുക്ക് എത്ര ആവശ്യമുള്ളത് നമ്മൾ എടുക്കാം. നമുക്ക് എന്തായാലും വീട്ടിൽ ചിലപ്പോഴും നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് മീൻ കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് നമുക്ക് പെട്ടെന്ന് വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. പക്ഷേ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, വഴുതനങ്ങ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഡിഷാണ്, നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ അത്. നല്ലൊരു ടേസ്റ്റിന് കേട്ടോ കഴിക്കാൻ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്, കാരണം മസാലകൾ, ഗരം മസാല, ചെറിയൊരു പുളിപ്പും എല്ലാം കൂടെ വന്നപ്പോഴേ നമ്മൾ ഫിഷൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ആ ചൂടോടെ കഴിക്കണം കേട്ടോ നമുക്ക്, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യം കിട്ടുള്ളൂ. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ നമുക്കറിയില്ലേ വഴുതനങ്ങ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു.